സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ഉപസമിതി റിപ്പോർട്ട് വൈകുന്നു. റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും വിഷയം പരിഗണിച്ചില്ല. മഴക്കെടുതി മൂലം മന്ത്രിമാർ സ്ഥലത്തില്ലാത്തതിനാലാണ് റിപ്പോർട്ട് വൈകുന്നത് എന്നാണ് വിശദീകരണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉപസമിതി റിപ്പോർട്ട് വൈകുകയാണ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ചേരേണ്ട PM-ശ്രീയുടെ ഉപസമിതി യോഗം നടക്കാത്തതാണ് റിപ്പോർട്ട് വൈകലിന് കാരണമെന്നാണ് വിവരം. റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തന്നെ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും വിഷയം പരിഗണിച്ചില്ല. ജൂൺ 17 രൂപീകരിച്ച ഉപസമിതിയുടെ കാലാവധി കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ അലംഭാവം ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. സംസ്ഥാനത്തുണ്ടായ മഴക്കെടുതി മൂലം മന്ത്രിമാർ സ്ഥലത്തില്ലാത്തതിനാൽ യോഗം ചേരാൻ കഴിഞ്ഞില്ലെന്നും അതിനാലാണ് റിപ്പോർട്ട് നൽകലിന് കാലതാമസം ഉണ്ടാകുന്നതെന്ന ന്യായീകരണം നടത്തി തടിയൂരുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് വന്നതിനു ശേഷമാകും നടപടി ഉണ്ടാകുക എന്നതാണ് സർക്കാരിന്റെ പക്ഷം. സാങ്കേതിക കാരണങ്ങൾ നിരത്തി റിപ്പോർട്ട് വൈകിപ്പിക്കുന്നതിനാൽ പദ്ധതിയുടെ നടത്തിപ്പിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. വിദ്യാർത്ഥികളോടും പൊതുവിദ്യാഭ്യാസ മേഖലയോടുമുള്ള സർക്കാരിന്റെ ഈ മനോഭാവത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.